വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണൊരു പുതിയ മോഡലാണല്ലോ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ പോണത്, ഇതെന്താ വല്ല വ്ളോഗ് ചാനലായി മാറിയോ എന്നുള്ളത്. ഇത് വ്ളോഗ് തന്നെയാണ്, പക്ഷേ ഇത് നമ്മളെ എഡ്യൂക്കേഷണൽ വ്ളോഗാണ്. നമ്മളൊരു എഡ്യൂക്കേഷണൽ ട്രിപ്പാണ് ഇപ്പോൾ പോകാൻ പോണത്. എവിടേക്കാണെന്നുള്ളത് ഇപ്പം നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ജോർജിയക്കാണ് പോകാൻ പോണത്. ജോർജിയയിലെ ഉള്ള ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, അവിടെ നമ്മൾ കുറേ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ MBBSനായാലും കുറേ കോഴ്സസിനായാലും കുറേ കുട്ടികൾക്ക് നല്ല ലോ കോസ്റ്റിൽ നമുക്ക് എഡ്യൂക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ജോർജിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് എങ്ങനെയാണ് കവർ ചെയ്യണത്, അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെയും പ്രത്യേകത, അങ്ങനെ അവിടെ എങ്ങനെയാണ് കുട്ടികൾക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുക, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ വീഡിയോയിൽ ചെയ്യും. എന്തായാലും ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടുന്ന് പോകണം. നമ്മളിപ്പോൾ ഉള്ളത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ ഫ്ലൈറ്റ് ഇറങ്ങണം, ജോർജിയയിൽ എത്തിയിട്ട് നമ്മൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇത്. അപ്പോൾ നമ്മൾ ഡേ 1 ആണ്. അതേപോലെ ഓരോ ഡേയിലും നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റീസിനും സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം അല്ലേ. സോ എല്ലാവർക്കും ഈ എഡ്യൂക്കേഷണൽ ട്രിപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എയർപോർട്ടിൻ്റെ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം പോലെ തന്നെ നമുക്ക് ആദ്യം ചെക്കിൻ ഡീറ്റെയിൽസ് ആണുള്ളത്. ചെക്കിൻ ചെയ്യുക, ഓൺലൈൻ ചെക്കിൻ ആദ്യം ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഡിപ്പെൻഡഡ് ആണ്. ടിബ്ലിസിയിലെ എയർപോർട്ട് ഉണ്ട്, അതേപോലെ കുട്ടൈസിയ എന്ന് പറഞ്ഞ സ്ഥലത്തെ എയർപോർട്ട് ഉണ്ട്. നമ്മളിപ്പോൾ പോണ കുട്ടൈസിയ എയർപോർട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പോലെ തന്നെ നമ്മൾ UAE റെസിഡൻസ് വിസക്കാർക്ക് എന്താണ് അവിടെ ഓൺ അറൈവലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്കിൻ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെക്കിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ ഓൾറെഡി ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒരു 4 hour ജേർണിയാണ് ജോർജിയക്കുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ദ ഫ്ലൈറ്റിൻ്റെ ഡിലേ അനുസരിച്ച് ടൈമുകൾ മാറിപ്പോവാം. സോ നമുക്ക് അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ എൻ്റർ ചെയ്ത് 4 hour ജേർണി കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് കുട്ടൈസിലോട്ട് ഇറങ്ങാം. ഒരുപാട് കുട്ടികളെ സ്വപ്നം കൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകണമെന്നൊക്കെ പറയണത്. അപ്പോൾ ഏകദേശം നമ്മളൊരു നൈറ്റായി അവിടെ എത്തുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കുട്ടൈസി എയർപോർട്ടിൽ 4 hour ജേർണിക്ക് ശേഷം എത്തി. സോ എല്ലാവർക്കും വെൽക്കം ടു ജോർജിയ. അപ്പോൾ ഇത് ജോർജിയൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ജോർജിയത്തെ ഒരു എയർപോർട്ടാണ്, കുട്ടൈസി എയർപോർട്ടാണ്. ഒരു ചെറിയൊരു എയർപോർട്ടാണിത്. ടിബ്ലിസിയിൽ കുറച്ചും കൂടി വലിയ എയർപോർട്ടുണ്ട്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ടിബ്ലിസോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ ഈ കുട്ടൈസി തന്നെ വന്ന് ഇറങ്ങണം എന്നൊന്നുമില്ല. നമുക്ക് ഫ്ലൈറ്റ് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. കുട്ടൈസിയെന്നും നമുക്ക് 4 hour ജേർണി ഉണ്ട് ഈ ടിബ്ലിസിലോട്ട്. ബൈ ബസ്സോ എങ്ങനെ എന്തെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ നിങ്ങളെ കൺവീനിയൻറ്റ് പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആക്സസ് എടുക്കാവുന്നതാണ്. ഹായ് ഓൾ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുട്ടൈസിയ എന്ന സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഉള്ളത് ജോർജിയയിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും വന്ന് ഇറങ്ങുന്ന എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കുട്ടൈസിയ എയർപോർട്ടിലാണ് നമ്മൾ വന്ന് ഇറങ്ങുക. ഇപ്പോൾ നമ്മൾ കുട്ടൈസിയിൽ നിന്ന് ഇനി പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ടിബ്ലിസിക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം നമ്മൾ കുട്ടൈസിയിൽ നിന്ന് ഒരു 4 hour ജേർണി ഉണ്ടായിരിക്കും. നമുക്ക് ടിബ്ലിസിക്ക് ഒരു 4 hour ജേർണി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ടിബ്ലിസിയിലാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ഒരുപാട് ഹയർ ലെവൽ യൂണിവേഴ്സിറ്റീസ് ടിബ്ലിസിയിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഒരു 25ഓളം അതിലും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതേപോലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസുമാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസിലൊക്കെ മെയിൻ ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് കുട്ടികൾ MBBS പഠിക്കാൻ പിന്നെ അതർ മാനേജ്മെൻറ്റ് കോഴ്സസിനും വരാറുണ്ട്. അപ്പോൾ ഈ MBBS എന്ന് പറയുമ്പോൾ MBBSൽ നമുക്ക് നാട്ടിൽ നിന്ന് പറയുമ്പോൾ പഠിക്കാൻ കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലായാലും നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്കൊക്കെ ആയാലും എല്ലാവരും ഒരു ഡ്രീമാണ് അബ്രോഡ് പോയിട്ട് ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് നമുക്ക് എന്ത് പഠിക്കുക എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്പെൻസ് കുറഞ്ഞിട്ട്
നമുക്ക് എവിടെ ജോർജിയയിൽ വന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ടിബ്ലിസിയുള്ള വീഡിയോസാണ് മെയിനായിട്ടുണ്ടാവുക യൂണിവേഴ്സിറ്റീസ്. ആ യൂണിവേഴ്സിറ്റീസിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുക, പിന്നെ ഇവിടുത്തെ കോഴ്സ് പഠിച്ചാൽ നമ്മൾ ഇന്ത്യയിൽ വാലിഡ് ആവുമോ, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ആ ഡൗട്ട്സൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തുതരാം. അപ്പോൾ ഇനിയുള്ള നമ്മളെ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസേക്കും, ഒരു യൂണിവേഴ്സിറ്റീസിൽ പോയിട്ട് അവിടുത്തെ ഏതാണ് ആക്ച്വൽ പ്ലേസ്, എങ്ങനെയാണ് അവിടെ പഠിക്കുക, എങ്ങനെയാണ് അവിടെ എത്തിപ്പെടേണ്ടത്, പിന്നെ എങ്ങനെയാണ് നമ്മളെ കുട്ടികൾക്കുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ യൂണിവേഴ്സിറ്റീസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. സോ ഇതിപ്പോൾ കുട്ടൈസിയിൽ നിന്ന് നമ്മൾ ടിബ്ലിസിക്ക് പോണ വഴിയാണ്. ഏകദേശം ഇതും ഒരു 4 hour ജേർണി ഉണ്ട്. അപ്പോൾ നമ്മളൊരു സ്നോ ടൈം പോയതുകൊണ്ട് നമുക്ക് ആ ഒരു സ്നോവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഇനിയിപ്പോൾ സ്നോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക വേണ്ട എന്നുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ടിബ്ലിസിയിലോട്ട് പോവാം. അപ്പോൾ ഒരു ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറയണത് ജാനുവരി ഡിസംബർ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വിൻ്റർ ആണ്. അപ്പോൾ ഒരു സ്നോ ടൈമാണ്. അപ്പം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അങ്ങനെ പോവാം. ബൈ റോഡ് വേ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി മുതലുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോർജിയയിൽ മീൻസ് നമ്മൾ ടിബിലിസിയിൽ എത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവിടുത്തെ ഓരോ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് കുറേ ഇൻഫോർമേഷൻ പാസ് ചെയ്യണ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡസ് ടോക്സ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇൻഡസ് ടോക്സ് ചാനൽ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഉണ്ടായിരിക്കും കേട്ടോ.